السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. 33 അധ്യായങ്ങളാണ് ഇതുവരെ നമ്മൾ വായിച്ചത്. 34ാമത്തെ അധ്യായമായി അദ്ദേഹം പറഞ്ഞു, ബാബുൻ അൽ ഖലഖു വൽ ഇൽതിറാബു. ബാബുൻ അധ്യായം, അൽ ഖലഖു വൽ ഇൽതിറാബ്. അൽ ഖലഖു വൽ ഇൽതിറാബ് എന്ന് പറഞ്ഞാൽ തുമഅനീനത്തിന്റെ, സുക്കൂനിന്റെ നേർവിപരീതമാണ്. അഥവാ സമാധാനം, സ്വസ്ഥത, ശാന്തി എന്നതിന്റെ നേർ വിപരീതമാണ് അൽ ഖലഖു വൽ ഇൽതിറാബ്. അഥവാ മാനസികമായ അസ്വസ്ഥതകൾ, അതുപോലെ സമാധാനമില്ലായ്മ. ഈ അധ്യായത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, തൊട്ടു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച അധ്യായം അസ്സുഖ്ത്, അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ തൃപ്തി കാണിക്കാതെ അതിനോട് വെറുപ്പ് കാണിക്കുന്ന, കോപം കാണിക്കുന്ന ഒരവസ്ഥ വൻപാപമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഈ അധ്യായവും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറിന് കീഴൊതുങ്ങാതെ ഒരാൾ അത്തരം സന്ദർഭത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുക, കോപം, വെറുപ്പ് പ്രകടിപ്പിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതുപോലെ അവൻ്റെ ഹൃദയം സമാധാനമടഞ്ഞിട്ടുണ്ടാകും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കാരണത്താൽ, അള്ളാഹുവിലുള്ള ഈമാൻ കാരണത്താൽ, അള്ളാഹുവിൻ്റെ ഖളാ ഖദറിൽ വിശ്വാസം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വിധി സംഭവിച്ചാലും അതിന് കീഴൊതുങ്ങാനുള്ള തൃപ്തി അള്ളാഹു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ, മതനിയമമാകട്ടെ പ്രാപഞ്ചിക നിയമമാവട്ടെ, അള്ളാഹുവിൻ്റെ ഏത് തീരുമാനങ്ങൾക്കും കീഴൊതുങ്ങാനും അതിൽ അടിയുറച്ച് വിശ്വസിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും മുഅ്മിൻ ആശ്വാസത്തിലായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകും. മനസ്സ് പതറിപ്പോവാതെ, അസ്വസ്ഥതയിൽ അകപ്പെടാതെ ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കും ഒരു മുഅ്മിൻ. എത്ര കണ്ട് ഈമാൻ ബലപ്പെടുന്നുവോ അത്ര കണ്ട് ഒരാളുടെ മനസ്സിന് ധൈര്യവും സ്ഥൈര്യവും സ്വസ്ഥതയും സമാധാനവും ആശ്വാസവും ഒക്കെ ലഭിക്കും. ഇതാണ് അടിസ്ഥാനം. ഖുർആനിലും സുന്നത്തിലും ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. എന്നാൽ സഹോദരങ്ങളെ, അതിന് വിരുദ്ധമായ, അതിന് നേർ വിപരീതമായ കാര്യമാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിച്ചത്. അഥവാ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് അൽ ഖലഖു വൽ ഇൽതിറാബ്, അഥവാ മാനസികമായ അസ്വസ്ഥതകൾ, സമാധാനമില്ലായ്മ. എപ്പോഴാണ് ഒരാൾക്ക്
ഈ ഒരു അവസ്ഥ ഉണ്ടാവുക? അയാളുടെ ഈമാൻ ദുർബലപ്പെട്ടു കഴിഞ്ഞാലാണ്. ഈമാൻ ശക്തമാണെങ്കിൽ, ബലപ്പെട്ടതാണെങ്കിൽ തുമഅനീനത്താണ് ഉണ്ടാവുക, സമാധാനമാണ് ഉണ്ടാവുക. എന്നാൽ ഈമാനിന്റെ ദുർബലതക്കനുസരിച്ച് ഈ പറഞ്ഞ അവസ്ഥകൾ ഒരാളുടെ ഹൃദയത്തിനെ ബാധിക്കും. അത് യഥാർത്ഥത്തിൽ വൻപാപമാണ്. അതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരാളുടെ ഈമാൻ ദുർബലപ്പെട്ട് അയാൾ മാനസികമായ അസ്വസ്ഥതയിൽ എത്തിപ്പെടുക എന്നുള്ളത് വൻപാപമാണ്. നമ്മൾ വിചാരിക്കേണ്ടതില്ല. ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങൾ, ഖലാ ഖദറുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനോട് ക്ഷമയില്ലായ്മ, അക്ഷമ കാണിക്കുമ്പോൾ, ആ സന്ദർഭത്തിൽ വെറുപ്പും രോഷവും അതുപോലെ അസ്വസ്ഥതയും ടെൻഷനും തുടങ്ങി ആ രൂപത്തിൽ ഒരാൾ പ്രതികരിക്കുകയാണെങ്കിൽ അത് വൻപാപമാണ്. അത് വൻപാപമാണ്. നേരെ മറിച്ച് എന്താണ് വേണ്ടത്? കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിന്റെ വിധിക്ക്, ഖലാ ഖദറിന് കീഴൊതുങ്ങണം, തൃപ്തിപ്പെടണം. അതാണ് അവസാനമായി ആ അധ്യായത്തിൽ നമ്മൾ വായിച്ച ഹദീസ് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിള. ആ പരീക്ഷണത്തിൽ, ആ ഖലാ ഖദറിൽ, അള്ളാഹുവിന്റെ വിധി തീരുമാനത്തിൽ ഒരാൾ തൃപ്തി കാണിച്ചാൽ, വെറുപ്പ് കാണിക്കാതെ, അസ്വസ്ഥത കാണിക്കാതെ, ആ രൂപത്തിലുള്ള പ്രവർത്തികളൊന്നും പ്രവർത്തിക്കാതെ കാണിക്കാതെ ഒരാൾ തൃപ്തി മാത്രം കാണിക്കുകയാണെങ്കിൽ ഫലഹു റിള, അയാൾക്ക് അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൃപ്തി കാണിച്ചത് കാരണത്താൽ അയാൾക്ക് പ്രതിഫലവും പരലോകത്ത് വലിയ സ്ഥാനവും ഒക്കെ നൽകും. എന്നാൽ വമൻ സഖിത ഫഅലൈഹി സഖത്, ആരാണ് കോപം കാണിക്കുന്നത്, അതിനോട് അക്ഷമ കാണിക്കുന്നത്, അയാൾക്ക് അള്ളാഹുവിന്റെ കോപമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് അയാൾക്ക്. ആ ഖദറിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അതിനെ നിഷേധിച്ചതിന്റെ, അതിൽ ക്ഷമ കാണിക്കാത്തതിന്റെ കാരണത്താൽ അയാൾക്ക് ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് നമ്മുടെ ഈമാൻ ബലപ്പെടണം എന്നുള്ളതാണ്. നമ്മുടെ ഈമാൻ ദുർബലപ്പെട്ടു പോയാൽ ഇതുപോലെയുള്ള വൻപാപത്തിൽ അകപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാഹ് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും ചില ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളും ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിന്റെ മേലും മുഅ്മിനീങ്ങളുടെ മേലും സമാധാനം ഇറക്കുകയുണ്ടായി, സകീനത്ത് ഇറക്കുകയുണ്ടായി. അൽ ആയ, സൂറത്തുൽ ഫത്ഹിലെ 26-ാമത്തെ ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാം, ഇദ് ജഅലൽ ലദീന കഫറു ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യതൽ ജാഹിലിയ്യ. ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഇദ് ജഅലൽ ലദീന കഫറു ഫീ ഖുലൂബിഹിം അൽ ഹമിയ്യതൽ ജാഹിലിയ്യ. നിഷേധികളായ ആളുകൾ, കാഫറുകൾ അഥവാ മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ ഹൃദയങ്ങളിൽ ജാഹിലിയത്തിന്റെ ദുരഭിമാനം കൊണ്ട് നിറഞ്ഞ, അവരാ ദുരഭിമാനം വെച്ചു പുലർത്തിയ സന്ദർഭം. ആ സന്ദർഭത്തിൽ ഫഅൻസല അല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീൻ. അല്ലാഹു അവന്റെ റസൂലിന്റെ മേലും മുഅ്മിനീങ്ങളുടെ മേലും സമാധാനം ഇറക്കുകയുണ്ടായി. നമുക്കറിയാം, ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളെ ഈ സന്ധി സംഭാഷണത്തിന് വന്ന റസൂലും സഹാബത്തും അടങ്ങുന്ന ആ സംഘത്തെ അവർ ഉപദ്രവിച്ച രൂപങ്ങൾ പലതായിരുന്നു. അതിൽപ്പെട്ടതാണ് മക്കയിലേക്ക് പ്രവേശിക്കാൻ അവർ സമ്മതിച്ചില്ല. മാത്രമല്ല, ഒരു സന്ധിയിൽ ഏർപ്പെടാം
എന്ന് തീരുമാനിച്ച് ആ കരാർ എഴുതുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ അവർ സമ്മതിച്ചില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് എഴുതാൻ സമ്മതിച്ചില്ല. ഇങ്ങനെ തുടങ്ങി മുസ്ലിമീങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നു അവർ. അതിന്റെ കാരണം അല്ലാഹു പറയുന്നത് ജാഹിലിയത്തിന്റെ ദുരഭിമാനം അവരെ പിടികൂടുകയുണ്ടായി. അഥവാ ജാഹിലിയത്തിലെ മക്കയിലുള്ള ആ ഖുറൈശികളെ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖലഖോ ഇൽത്തിറാബോ സഖത്തോ ഉണ്ടാക്കിയില്ല. എന്താണ് ഈ ആയത്ത് തെളിവിന് കൊണ്ടുവരാനുള്ള കാരണം എന്താ? ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ നിരാശരായില്ല. അവർ അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന വാക്കുകൾ പറഞ്ഞില്ല. മറിച്ച് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം ഇറക്കുകയുണ്ടായി. അതുകൊണ്ട് അവർ സമാധാനമടഞ്ഞു, അവർ സൗമ്യത പാലിച്ചു, ക്ഷമ കൈക്കൊണ്ടു. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് അവർക്ക് വമ്പിച്ച വിജയം നൽകി. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയാം. അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന് പറഞ്ഞത്. നബിയെ, താങ്കൾക്കിതാ വ്യക്തമായ വിജയം, വമ്പിച്ച വിജയം താങ്കൾക്ക് നൽകിയിരിക്കുന്നു. പ്രയാസമുണ്ടാക്കാനാണ് അവർ ആ സന്ധിയിൽ ഒപ്പുവെച്ചത് എങ്കിലും പിന്നീട് അത് അവർക്ക് തിരിച്ചടിയായി. മറിച്ച് മുസ്ലിമീങ്ങൾക്ക് വിജയം അള്ളാഹു നൽകുകയുണ്ടായി. അതിലൂടെ ആ മക്ക, ആ രാജ്യം തന്നെ, ആ നാട് തന്നെ അള്ളാഹു തആല പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയുണ്ടായി. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നോക്കൂ, മുഅ്മിനീങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു റബ്ബുൽ ആലമീൻ സമാധാനം ഇറക്കുകയുണ്ടായി. അള്ളാഹുവിനോട് ആരാണോ സത്യസന്ധത പുലർത്തുന്നത്, ആരാണോ അള്ളാഹുവുമായി അടുക്കുന്നത്, ആരാണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ഈ പറഞ്ഞ സക്കീനത്ത് നൽകും. ഒരിക്കലും മാനസികമായ അസ്വസ്ഥതകൾ അവരെ പിടികൂടുകയില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ടെൻഷനും പ്രയാസവും മുസീബത്തുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണെങ്കിൽ കൂടി അവരൊരിക്കലും ഈമാൻ തകർക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഖളാ ഖദറിൽ കീഴൊതുങ്ങി റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമായ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരാണ്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം മറ്റൊരായത്ത് ഉദ്ധരിച്ചു. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അൽ ആയ, സൂറത്തു നിസായിലെ 65-ാമത്തെ ആയത്താണിത്. അള്ളാഹു സത്യം ചെയ്തു പറയുകയാണ്, ഫലാ വറബ്ബിക്, നിന്റെ റബ്ബ് തന്നെ സത്യം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ലാ യുഅ്മിനൂൻ, നബിയെ, അവർ മുഅ്മിനുകളാവുകയില്ല, ഹത്താ, ഏതുവരെ, യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ കാര്യത്തിൽ താങ്കളെ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നതുവരേക്കും. ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. എന്നിട്ട് താങ്കൾ ഒരു വിധി പറഞ്ഞതിന് ശേഷം അവരുടെ മനസ്സിൽ യാതൊരു പ്രയാസവുമില്ലാതെ, അതാണ് നമ്മുടെ തെളിവിന്റെ ഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഖലഖോ ഇൽത്തിറാബോ ഇല്ലാതെ, അഥവാ മാനസികമായ മനസ്സിനൊരു ചൊറിച്ചിലില്ലാതെ, വയുസല്ലിമു തസ്ലീമ, അത് സ്വീകരിക്കുകയും അതിന് കീഴൊതുങ്ങുകയും ചെയ്യുന്നത് വരേക്കും നബിയെ അവർ മുഅ്മിനുകളാവുകയില്ല. സഹോദരങ്ങളെ, ഇത് ഒരാളുടെ ഈമാനിന്റെ ശക്തി അറിയിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ഒരു വിധി വന്നു കിട്ടിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മതവിധി വന്നു കിട്ടിയാൽ അതിനോടൊരിക്കലും അക്ഷമ കാണിക്കാതെ അതിന് കീഴൊതുങ്ങുക, അതിന് തൃപ്തിപ്പെടുക, അത് പ്രാവർത്തികമാക്കുക എന്നതാണ് ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം
അനിവാര്യമായിട്ടുള്ളത്. എന്നാൽ ഇതിന് നേർ വിപരീതമാണ് ഹൃദയത്തിൽ ഈ പറഞ്ഞ രോഗം ഉള്ള ആളുകളുടെ അവസ്ഥ. അവർക്കൊരു മതനിയമം വന്നു കിട്ടിയാൽ ചിലപ്പോൾ അവർക്ക് പ്രയാസമുണ്ടാകും. അപ്പോഴാണ് മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുക. അല്ല, ഇത് ദീനിലുണ്ടല്ലോ, ഇതല്ല പറഞ്ഞതാണല്ലോ, റസൂൽ പറഞ്ഞതാണല്ലോ, ഇതും ദീനിലുള്ള കാര്യമായി പോയല്ലോ എന്ന അസ്വസ്ഥതകൾ പിന്നീട് അവരെ പിടികൂടും. തനിക്കെതിരായാൽ പോലും ദീനിലൊരു നിയമമുണ്ടോ അതിന് വഴിപ്പെടുക, കീഴൊതുങ്ങുക എന്നതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. നോക്കൂ, അതുവരേക്കും നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നോക്കൂ, മതനിയമങ്ങൾ, അല്ലാഹുവിന്റെ ദീനിലെ ഒരു കാര്യം വന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടൊരു മാനസികമായ അസ്വസ്ഥതകളും ഒരു മനപ്രയാസവും നമുക്കുണ്ടാവാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. മൂന്നാമതായി ശൈഖ് റഹിമഹുല്ല മറ്റൊരു ആയത്ത് കൊണ്ടുവന്നു. വഖൗലുഹു തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ. അൽ ആയ സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു പറഞ്ഞു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ, ഇർജിഇ, നീ മടങ്ങുക, ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക്, റാദിയതൻ, തൃപ്തിയുള്ളവനായിക്കൊണ്ട്, മർദിയതൻ, തൃപ്തിപ്പെട്ടവനായിക്കൊണ്ട്. ഈ ആയത്തിൽ അല്ലാഹു അന്നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞു. സമാധാനമടഞ്ഞ മനസ്സ്, ഹൃദയം. അത് സഹോദരങ്ങളെ എപ്പോഴാണ് നമുക്ക് കിട്ടുക? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഖദറിന് കീഴൊതുങ്ങി ഈമാൻ ബലപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ജീവിച്ചാൽ അയാളാണ് സമാധാനമടഞ്ഞ ആത്മാവ്. അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായ തീരുമാനമാവട്ടെ, ശർഈയായ മതനിയമങ്ങളാവട്ടെ, ഇങ്ങനെ ഏത് തീരുമാനങ്ങൾക്കും വഴിപ്പെട്ട് കീഴൊതുങ്ങി ജീവിച്ച ഒരാൾ മരണമാസന്നമായി കിടക്കുമ്പോൾ കേൾക്കുന്ന വാക്കാണിത്. അപ്പൊ ജീവിതത്തിൽ അള്ളാഹുവിനുള്ള ഈമാൻ കൊണ്ട്, ഖദർ കൊണ്ട്, അള്ളാഹുവിന്റെ മതനിയമങ്ങൾ കൊണ്ട് തൃപ്തി അടഞ്ഞുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ വാക്ക് കേൾക്കാം. അതല്ല, ജീവിതകാലത്ത് അള്ളാഹുവിലുള്ള ഈമാൻ ഇല്ലാതെ, അള്ളാഹുവിന്റെ ഖദറിലുള്ള ഈമാൻ ശരിയാക്കാതെ, അള്ളാഹുവിന്റെ ദീനിൽ ഒരു നിയമം കേട്ടാൽ അത് സ്വീകരിക്കാൻ മനസ്സിന് വിശാലത ലഭിക്കാത്ത അങ്ങനെയുള്ള ദുരവസ്ഥയിൽ ജീവിച്ച് ഒരാൾ മരണമാസന്നമാകുമ്പോൾ അയാൾ കേൾക്കുക ഇതിന് നേർ വിപരീതമായ വാക്കുകളായിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സമാധാനമടഞ്ഞ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ സമാധാനമടഞ്ഞ ഒരു ആത്മാവായി മരിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ അധ്യായവും ഈ പറഞ്ഞ അധ്യായവും ഒക്കെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളിൽ ഒരിക്കലും നമ്മുടെ മനസ്സ് പതറിപ്പോവാൻ പാടുള്ളതല്ല. അള്ളാഹുവിലുള്ള ഈമാൻ അത് ഉറപ്പിക്കണം എന്നുള്ളതാണ്. നിശ്ചയദാർഢ്യത്തോടെ ദൃഢതയുള്ള ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് മുത്മഇന്നായ മനസ്സാവുകയുള്ളൂ, സമാധാനമടഞ്ഞ മനസ്സാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ അധ്യായത്തിന്റെ തലക്കെട്ട് പോലെ അൽ ഖലഖു വൽ ഇദ്തിറാബ്, മാനസികമായ അസ്വസ്ഥതകൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. മാനസികമായ പിരിമുറുക്കങ്ങൾ അതെപ്പോഴും ഒരു മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കും. അത് യഥാർത്ഥത്തിൽ വൻപാപമാണ് എന്നാണ് പറഞ്ഞു വന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുള്ള ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, വലഹുമ, അഥവാ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. عن أبي هريرة رضي الله عنه قال, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു,
ലൈസ അശ്ശദീദു ബിസ്സുർഅതി ഇന്നമ അശ്ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ലൈസ അശ്ശദീദു ബിസ്സുർഅതി, മല്ലയുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ശക്തിയുള്ളവൻ. അഥവാ ശാരീരികമായ കായിക ബലം ഒരാൾക്കുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ആളുകളെ, എതിരാളികളെ പരാജയപ്പെടുത്തി മുന്നേറുന്ന ഒരാളല്ല യഥാർത്ഥത്തിൽ ശക്തൻ. ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. യഥാർത്ഥത്തിലുള്ള ശക്തൻ എന്ന് പറഞ്ഞാൽ കോപത്തിന്റെ സന്ദർഭത്തിൽ അഥവാ ദേഷ്യത്തിന്റെ സന്ദർഭത്തിൽ തന്റെ നഫ്സിനെ, തന്റെ ശരീരത്തെ, തന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നവനാണ്, നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ. സഹോദരങ്ങളെ, ഈ ഹദീസ് വലിയ ഒരുപാട് ഗുണപാഠങ്ങൾ നൽകുന്ന ഹദീസാണിത്. സാധാരണ ജനങ്ങൾക്കിടയിൽ ശക്തൻ എന്ന് പറഞ്ഞാൽ നല്ല മസിൽ പവറുള്ള, കായിക ബലമുള്ള ഒരാളാണ്. എന്നാൽ ശറഇന്റെ കണ്ണിൽ, അള്ളാഹുവിന്റെ ദീനിൽ ശക്തൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദേഷ്യത്തിന്റെ സന്ദർഭത്തിൽ തന്റെ മനസ്സിനെ, തന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ. ആ സമയത്ത് ഒരാൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ശൈഖ് കൊണ്ടുവന്ന ഈ തലക്കെട്ടുണ്ടല്ലോ, കോപത്തിന്റെ സന്ദർഭത്തിൽ സ്വാഭാവികമായി ഒരു മനുഷ്യന് അസ്വസ്ഥതകൾ ഉണ്ടാകും, മാനസികമായി അസ്വസ്ഥതകൾ അയാളെ പിടികൂടും. ആ സമയത്ത് അയാൾക്ക് സമാധാനമടയാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് കാണാം. എത്രത്തോളം എന്ന് വെച്ചാൽ പരസ്പരമുള്ള ദേഷ്യം, അതുപോലെ തന്നെ ആക്ഷേപം, അതുപോലെ ബന്ധങ്ങൾ വഷളാവുക തുടങ്ങി അനേകം പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? മാനസികമായ ഒരു അസ്വസ്ഥതകൾ അയാളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏത് സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സൗമ്യനായിരിക്കണം എന്നുള്ളതാണ്. കോപം വന്നാലും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്. ഇത് പറയാൻ എളുപ്പമാണ്, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. യഥാർത്ഥത്തിൽ ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ പിടിച്ചു വെക്കുമ്പോഴാണ് നമ്മൾ ശക്തന്മാരാകുന്നത്. അതല്ലാതെ കോപം വന്ന രൂപത്തിൽ തന്നെ അതിനെ അയച്ചുവിടുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അയാൾ അങ്ങേയറ്റത്തെ ദുർബലനാണ് എന്നതാണ് അറിയിക്കുന്നത്. കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ഇരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ദുർബലതയാണ് അറിയിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന, അതല്ലെങ്കിൽ രോഷാകുലനാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളാണ് ശക്തനെന്നാണ്. അയാളുടെ രോഷവും കോപവും കണ്ണുകൾ ചുവക്കലും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും യഥാർത്ഥത്തിൽ അയാൾ ശക്തനാണ്, ധീരനാണ് എന്നാണ്. ശറഇന്റെ കണ്ണിൽ അയാൾ അങ്ങേയറ്റത്തെ ദുർബലനാണ്, അയാൾ ശക്തിയില്ലാത്ത ഒരു മനുഷ്യനാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ. കാരണം മനസ്സിനെ പിടിച്ചു നിർത്താൻ അയാൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ആവേണ്ടത് എന്നാണ്. ഒരു മുഅ്മിൻ സമാധാനമുള്ള ഹൃദയത്തിന്റെ ഉടമയായിരിക്കണം. അടുത്തതായി ശൈഖ് റഹിമഹുല്ലാഹ് മറ്റൊരു ഹദീസ് കൊണ്ടുവന്നിരിക്കുന്നു. വലിൽ ബുഖാരി, ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം റിവായത്ത് ചെയ്ത ഹദീസാണിത്. അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി ഖാല ലാ തഗ്ളബ് ഫറദ്ദദ മിറാറൻ ഖാല ലാ തഗ്ളബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് വസിയത്ത് നൽകിയാലും എനിക്ക് വല്ല ഉപദേശവും നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യം പിടിക്കരുത്. ഫറദ്ദദ മിറാറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു എന്നാണ്.
ഖാല ലാ തഗ്ളം, അവിടുന്ന് വീണ്ടും വീണ്ടും ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ആ വ്യക്തിയോട്. ചില റിവായത്തിൽ കാണാം ഫഇദൽ ഗളബു യജ്മഉ ശർറ കുല്ലഹു, കോപം വന്നു കഴിഞ്ഞാൽ, കോപം എന്ന് പറഞ്ഞാൽ എല്ലാ ഷർറിനെയും ഒരുമിച്ച് കൂട്ടുന്ന കാര്യമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ആശയസമ്പുഷ്ടമായ ഒരു വസിയത്താണ് വന്ന ഉപദേശം ചോദിച്ച വ്യക്തിക്ക് നൽകിയിട്ടുള്ളത്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശത്തിന്റെ മറുപടിയുടെ രീതി ഇതാണ്. ഇത് സഹോദരങ്ങളെ, ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ഗുണപാഠം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വ്യക്തിയെ നോക്കിയിട്ടാണ് അവർക്ക് ഉപദേശം കൊടുക്കാറുള്ളത്. ഒരാൾ വന്നു ഉപദേശം ചോദിച്ചാൽ ഇങ്ങനെ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാം. ഒരുപാട് ഹദീസുകൾ ഈ രൂപത്തിൽ കാണാം. സഹാബികൾ വന്നുകൊണ്ട് നബിയെ നമുക്ക് വസിയത്ത് നൽകിയാലും ഉപദേശം നൽകിയാലും എന്ന് പറയുന്ന പല ഹദീസുകളും നമുക്ക് കാണാം. അവിടെയൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകിയിട്ടുള്ളത്. ചില ആളുകൾക്ക് അമലുകൾ, രാത്രി നിസ്കാരം, നോമ്പ് തുടങ്ങിയുള്ള അമലുകളാണ് വസിയത്തായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത്. അന്തിമമായി വസിയത്ത് ചോദിച്ചപ്പോൾ സഹാബത്തിന് വളരെ സുപ്രധാനമായ ചില വസിയത്തുകൾ നൽകിയതായി നമുക്ക് കാണാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ വസിയത്ത് നൽകുക, ഉപദേശം നൽകുക എന്നുള്ളത്, ആളെ നോക്കി ഉപദേശിക്കുക എന്നുള്ളത്, അത് ഒരാളുടെ ബുദ്ധിയുടെ വിവേകത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. എല്ലാവരോടും എല്ലാം പറയുക എന്നുള്ളതല്ല. ഓരോരുത്തർക്കും വേണ്ടത്, ഓരോരുത്തർക്കും എന്താണോ ആവശ്യം, എന്താണോ അയാളെ ബാധിക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരാളുടെ അറിവിന്റെ, വിവേകത്തിന്റെ, ബുദ്ധിയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കും അനുയോജ്യമായ വസിയത്താണ് നൽകിയിരുന്നത് എന്ന് കാണാം. ഈ ഹദീസ് അതിനുള്ള തെളിവാണ്. ഈ ഹദീസ് ഇദ്ദേഹത്തോട് പറയാനുള്ള കാരണം, ആ വന്ന വ്യക്തി കോപത്തിൽ അറിയപ്പെട്ട ആളായിരുന്നു എന്ന് ചില വിശദീകരണത്തിൽ നമുക്ക് കാണാം. ധാരാളമായി കോപിക്കുന്ന വ്യക്തിയായിരുന്നു എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആ ഒരു ഉപദേശം നൽകിയത് എന്നാണ്. സഹോദരങ്ങളെ, ഈ ഹദീസും നമ്മുടെ ബാബും അധ്യായവുമായുള്ള ബന്ധം എന്താണ്? തൊട്ടു മുന്നേ നമ്മൾ വായിച്ച ഹദീസിലെ പോലെ തന്നെ കോപം എന്നത് ഒരു മനുഷ്യന്റെ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കും, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. ഒരു മനുഷ്യൻ കോപിച്ചു കഴിഞ്ഞാൽ, ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അറിയാൻ സാധിക്കുകയില്ല, അയാൾ അറിയുകയില്ല ചിലപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, ഞാൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നത് തിരിച്ചറിയാൻ ഒരുപക്ഷെ അയാൾക്ക് സാധിക്കുകയില്ല. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കവേ പറഞ്ഞതായി കാണാം, കോപമെന്നത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമാണ്. കാരണം കോപം കാരണത്താൽ എത്രയോ പവിത്രമായ രക്തം ചിന്തപ്പെട്ടിട്ടുണ്ട്, എത്രയോ കുടുംബങ്ങൾ, ബന്ധങ്ങൾ വേർപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളോട് അന്യോന്യം അതിക്രമങ്ങൾ ചെയ്യാൻ അത് പ്രേരിപ്പിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങളും ഭിന്നതകളും കുഴപ്പങ്ങളും ഫിത്നകളും ഒക്കെ ഉണ്ടാവാനുള്ള പരമപ്രധാനമായ കാരണമാണ് യഥാർത്ഥത്തിൽ കോപം, ദേഷ്യം എന്നുള്ളത്. അത് വലിയ ആപത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ കോപിക്കരുത് എന്നാണ് ആ സഹാബിക്ക് ഉപദേശം നൽകിയിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൽ രണ്ട് ഗുണപാഠങ്ങളുണ്ട്. ലാ തഗ്ളബ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തേത്, നീ കോപിക്കരുത് എന്ന് പറഞ്ഞാൽ നിനക്ക് അനിഷ്ടമായ ഒരു കാര്യമുണ്ടായാൽ, അങ്ങനെ വല്ലതും നീ കണ്ടാൽ, നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ നല്ല സ്വഭാവം കൊണ്ട് അതിനെ പ്രതിരോധിക്കണം എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പറയാൻ വളരെ എളുപ്പമാണ്. ദേഷ്യം, കോപം എന്നുള്ളത് പിടിക്കാൻ പാടില്ല എന്നുള്ളത് പറയാൻ വളരെ എളുപ്പമാണ്.
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഒന്നാമത്തേത് സൽസ്വഭാവം കൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വല തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും ഒരുപോലെ ആവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സനു സയ്യിഅ, ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ഒരാൾ കോപിക്കേണ്ട ഒരു സന്ദർഭത്തിൽ കോപിക്കാതെ നല്ല പെരുമാറ്റം പെരുമാറുക എന്നുള്ളത് സ്തുത്യർഹമായ കാര്യമാണ്, വലിയ കാര്യമാണ്. ഒരാൾക്ക് തിരിച്ച് അങ്ങോട്ട് ഒരാളോട് ദേഷ്യം പിടിക്കണം, അല്ലെങ്കിൽ അയാളെ പകരം വീട്ടാൻ ഒരു അവസരം കിട്ടിയിട്ട് വെറുതെ വിടുക എന്നുള്ളത് വലിയ കാര്യമാണ്. സലഫുകളിൽപ്പെട്ട ചില ആളുകൾ അവർ ദേഷ്യം പിടിച്ചാൽ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറയാറുണ്ടായിരുന്നു. ദേഷ്യം പിടിച്ചാൽ ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഒരു നല്ല അവസ്ഥയിൽ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹോദരങ്ങളെ നോക്കൂ, ഒന്നാമത്തേത് സൽസ്വഭാവം കൊണ്ട്, നല്ല മര്യാദ കൊണ്ട് നമ്മുടെ സ്വഭാവത്തെ അലങ്കരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിൽ അടങ്ങിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് ദേഷ്യം പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. സ്വാഭാവികമായി ഒരാൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, ഒരാൾക്ക് ദേഷ്യം പിടിച്ചു എങ്കിൽ ആ ദേഷ്യത്തിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അതിൽപ്പെട്ടതാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഗളിബ അഹദുകും ഫല്യസ്കുത്, നിങ്ങളിൽ ഒരാൾ കോപിച്ചാൽ, ദേഷ്യം പിടിച്ചാൽ അയാൾ മൗനം പാലിക്കട്ടെ, സംസാരിക്കാതിരിക്കുക. കാരണം കോപത്തിനിടയിൽ, ദേഷ്യത്തിനിടയിൽ സംസാരിച്ചാൽ സംസാരത്തിന്റെ രൂപം മാറും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഗളിബ അഹദുകും വഹുവ ഖായിം ഫല്യജ്ലിസ്, ഒരാൾ ദേഷ്യം പിടിച്ചു അയാൾ നിൽക്കുകയാണെങ്കിൽ അയാൾ ഇരുന്നു കൊള്ളട്ടെ. ഫഇൻ ദഹബ അൻഹു അൽഗളബു വഇല്ലാ ഫല്യൽതജ, ആ ഇരുത്തത്തിൽ അയാളുടെ ദേഷ്യം പോയാൽ ശരി, അതല്ല എങ്കിൽ അയാൾ കിടന്നുകൊള്ളട്ടെ എന്നാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ പറഞ്ഞ രൂപം അവിടുന്ന് പഠിപ്പിച്ചത്? പണ്ഡിതന്മാർ പറഞ്ഞു, നിന്നു കഴിഞ്ഞാൽ കോപത്തിന്റെ സന്ദർഭത്തിൽ എന്തും ചെയ്യാൻ ഒരാൾക്ക് സാധിക്കും. അതേ ഒരു ഫലം ഇരുന്നു കഴിഞ്ഞാൽ സാധിക്കൂല. നിന്നിട്ട് അടിക്കാൻ ഓങ്ങുന്നത് പോലെയല്ല ഇരുന്നിട്ട് അടിക്കാൻ ഓങ്ങിയാൽ, അല്ലെങ്കിൽ സംസാരം അതിന്റെ ശക്തി കുറയും. ഇനി ഒരാൾ കിടന്നു കഴിഞ്ഞാൽ തീർത്തും അയാൾ എന്തായി? ശാന്തനായി. കിടന്നിടത്ത് പിന്നെ എഴുന്നേറ്റ് അടിക്കാൻ നിൽക്കുകയില്ല, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവർത്തനം അയാളുടെ അടുക്കൽ വരികയില്ല എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതാണ്. മൂന്നാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, അതിനോട് ചേർത്ത് പറഞ്ഞു, ഒരാൾക്ക് കോപം പിടിച്ചു നിർത്താൻ സാധിച്ചില്ല എങ്കിൽ അയാൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് അയാൾ പറഞ്ഞുകൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേർ തർക്കിക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞതായി കാണാം, ഇന്നി ലഅഅലമു കലിമതൻ ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദ്, എനിക്കൊരു വാക്കറിയാം, ആ വാക്കെങ്ങാനും അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അവർക്കിടയിലുള്ള ആ കോപം അടങ്ങുമായിരുന്നു. ലൗ ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ശപിക്കപ്പെട്ട, ആട്ടി ഓടിക്കപ്പെട്ട പിശാചിന്റെ ശർറിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നവർ പറയുകയാണെങ്കിൽ അവർക്കിടയിലുള്ള പ്രശ്നം അവസാനിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, ലാ തഗ്ളബ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കിൽ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, കോപിക്കരുത്. രണ്ടാമത്തത്, കോപം വന്നാൽ അതിന്റെ അനന്തരഫലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുക്കൽ നിന്നും വരാൻ പാടില്ല. വാക്കുകൾ, പ്രവൃത്തികൾ, ഉപദ്രവങ്ങൾ പോലെയുള്ളത്. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നുള്ളത്. കാരണം ഒരാൾ കോപിക്കുമ്പോൾ, ഒരാൾ ദേഷ്യം പിടിക്കുമ്പോൾ സ്വാഭാവികമായി പിശാചിന്റെ ഒരു പ്രേരണ അതിലുണ്ടാകും. പരസ്പരം
ഭിന്നത ഉണ്ടാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഒരാളെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യം ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ വന്നതാണ്. അതുപോലെയുള്ള മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഇത് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, മനസ്സ് ശാന്തമാണെങ്കിൽ, മനസ്സ് സമാധാനമടഞ്ഞ മനസ്സാണെങ്കിൽ സ്വാഭാവികമായി അതിന്റെ അനന്തരഫലമായി അയാളുടെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. അയാളുടെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കും. നല്ല സ്വഭാവം, സൽസ്വഭാവം, ഇതൊക്കെ ഒരാൾക്ക് വന്ന് ലഭിക്കുന്നത് അയാളുടെ ഈമാനിന്റെ ശക്തിക്കനുസരിച്ചാണ്. അയാൾ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സ് അശാന്തമാകുമ്പോൾ, മാനസികമായ അസ്വസ്ഥതകൾ ഒരാളെ പിടികൂടുമ്പോൾ സ്വാഭാവികമായി അയാളുടെ സമനില, സ്വഭാവത്തിന്റെ രൂപം തെറ്റും. അതുകൊണ്ടാണ് വേഗത്തിൽ പ്രഷർ കയറാൻ നമ്മൾ പറഞ്ഞില്ല, ദേഷ്യം പിടിക്കുക എന്നൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരാളുടെ ദുർബലതയാണ് അറിയിക്കുന്നത്. നേരത്തെ നമ്മൾ വായിച്ച ഹദീസിൽ വന്നതുപോലെ തന്റെ നഫ്സിനെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരാൾ ശക്തനായി തീരുന്ന കാര്യം. അതിനൊരാൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അയാൾ ദുർബലനാണ് എന്നതിന്റെ അടയാളമാണ്. ഈ പറഞ്ഞ ഹദീസുകൾ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം കൊണ്ടുവന്നത് നമ്മുടെ മനസ്സ് എത്ര കണ്ട് ശാന്തമാകുന്നോ, സമാധാനമടയുന്നോ, അതിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളിൽ അത് പ്രതിഫലിക്കും. ദേഷ്യവും കോപവും അതുപോലെയുള്ള അസ്വസ്ഥതകളുമൊക്കെ നമ്മെ നശിപ്പിച്ചു കളയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അവസാനമായി ഷെയ്ഖ് ആ ഭാഗത്ത് ഒരു ഹദീസ് കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഅൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, മഹാനായ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അഖ്ലസല്ലാഹു ഖൽബഹു ലിൽ ഈമാൻ വജഅല ഖൽബഹു സലീമൻ വലിസാനഹു സാദിഖൻ വനഫ്സഹു മുത്മഇന്നതൻ വഖലീഖതഹു മുസ്തഖീമതൻ വജഅല ഉദ്നഹു മുസ്തമിഅതൻ വഅയ്നഹു നാദിറതൻ. ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു. ഖദ് അഫ്ലഹ എന്നുള്ളത്, അൽ ഫലാഹ് എന്നുള്ളത് സഹോദരങ്ങളെ ദുനിയാവും ആഖിറവും ഒരാൾ നേടിയെടുക്കുന്നതിനാണ് അൽ ഫലാഹ് എന്ന് പറയുക, യഥാർത്ഥ വിജയം. അത് മുഅ്മിനുകളാണ് അങ്ങനെയുള്ള വിജയം കരസ്ഥമാക്കിയ ആളുകൾ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു, അഥവാ അവർ ഇഹലോകവും പരലോകവും നേടിയിരിക്കുന്നു. ഖദ് അഫ്ലഹ, വിജയിച്ചിരിക്കുന്നു. ആരാണ് വിജയിച്ചത്? മൻ അഖ്ലസല്ലാഹു ഖൽബഹു ലിൽ ഈമാൻ, ആർക്കാണോ ഈമാനിനു വേണ്ടി തന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുത്തത്, അഥവാ ഇഖ്ലാസുള്ള സംശുദ്ധമായ വിശ്വാസം കൊണ്ട് ആരുടെ ഹൃദയമാണോ അല്ലാഹു സമൃദ്ധമാക്കിയത് അയാൾ വിജയിച്ചിരിക്കുന്നു. വജഅല ഖൽബഹു സലീമൻ, ആരുടെ ഹൃദയമാണോ കുറ്റമറ്റ ഹൃദയമാക്കിയത്, അഥവാ ശിർക്ക് മുതൽ ഇങ്ങോട്ട് എല്ലാ തിന്മകളിൽ നിന്നും ഏതൊരാളുടെ ഹൃദയമാണോ അല്ലാഹു കുറ്റമറ്റതാക്കിയത് അയാൾ വിജയിച്ചിരിക്കുന്നു. വലിസാനഹു സാദിഖൻ, ആരുടെ നാവാണോ സത്യസന്ധതയുള്ള നാവാക്കി തീർത്തത് അയാൾ വിജയിച്ചിരിക്കുന്നു. വനഫ്സഹു മുത്മഇന്നതൻ, ആരുടെ മനസ്സാണോ അല്ലാഹു ശാന്തതയുള്ള സമാധാനമുള്ള മനസ്സാക്കി തീർത്തത് അയാൾ വിജയിച്ചിരിക്കുന്നു. ആ ഭാഗമാണ് നമ്മുടെ അധ്യായവുമായി ബന്ധപ്പെട്ട ഭാഗം. വഖലീഖതഹു മുസ്തഖീമതൻ, ആരുടെ സൃഷ്ടിപ്പാണോ
സ്വഭാവമാണോ അള്ളാഹു നേരെയാക്കിയത്, അഥവാ ഒരാൾക്ക് അള്ളാഹു നല്ല സ്വഭാവം നൽകി, സൽസ്വഭാവിയാക്കി, അയാളുടെ സൃഷ്ടിപ്പും സ്വഭാവവും ഒക്കെ അള്ളാഹു നന്നാക്കി കൊടുത്തു, അയാൾ വിജയിച്ചിരിക്കുന്നു. വജഅല ഉദ്നഹു മുസ്തമിഅൻ, ആർക്കാണോ കേൾക്കാൻ, ഹക്ക് കേൾക്കാൻ, അതിലേക്ക് മുന്നിടാൻ പ്രാപ്തമായ കാത് നൽകിയത്, വഅൈനഹു നാദിറതൻ, അള്ളാഹുവിൻ്റെ ആയത്തുകളിലേക്ക്, അതുപോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കാനും പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു തൃപ്തിപ്പെട്ടത് കാണാനും ഒക്കെയുള്ള കണ്ണുകൾ നൽകിയത്, ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ആർക്കാണോ കിട്ടിയത് അയാൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഅമ്മൽ ഉദ്നു ഫഖിംഉൻ, എന്നാൽ കാത്, ഒരാളുടെ ചെവി എന്ന് പറഞ്ഞാൽ ഒരു നാളം പോലെയാണ്. എന്താണ് നാളത്തിന്റെ പ്രത്യേകത? അതിന്റെ മുകൾ ഭാഗം വിശാലതയുള്ളതാണ്. എല്ലാ കാര്യവും അത് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ഒരു ചെവിയെ സംബന്ധിച്ചിടത്തോളം ഖൈറും ഷർറും ഒക്കെ അത് കേൾക്കും, എല്ലാം അത് കേൾക്കും. വഅമ്മൽ ഐനു ഫമഅബറതുൻ ലിമാ യൂഇൽ ഖൽബു, അതേപോലെ തന്നെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്താണോ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, എന്താണോ ഹൃദയത്തിലുള്ളത്, എന്താണോ ഹൃദയം സ്വീകരിച്ചിട്ടുള്ളത് അത് പ്രതിഫലിപ്പിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, മേൽ പറഞ്ഞ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കിട്ടിയ ഒരാളാണ് വിജയിച്ച ആൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങളെക്കുറിച്ച് അവിടുന്ന് ഒന്നുകൂടി വിശദീകരിക്കാൻ, അഥവാ കാതും കണ്ണും. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട രണ്ട് അവയവങ്ങളാണ്. കാത്, ചെവി എന്നത് നാളം പോലെയാണ്, എല്ലാം കേൾക്കും, എല്ലാം സ്വീകരിക്കും. അതിനനുസരിച്ചാണ് അത് ഹൃദയത്തിലേക്ക് എത്തുക. എന്നിട്ട് എന്താണോ ഹൃദയത്തിൽ ഉള്ളത്, എന്താണോ ഹൃദയം സ്വീകരിച്ചു വെച്ചത്, അതിനനുസരിച്ചാണ് ഒരാളുടെ കണ്ണിൽ അത് പ്രതിഫലിക്കുക. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കണ്ണ് നോക്കിയാൽ അറിയാം അയാളുടെ അവസ്ഥ എന്താണ്. ഒരാളുടെ കണ്ണുകളിൽ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾ സൽസ്വഭാവിയാണ്, സമാധാനത്തിലാണ്, ഒരു അസ്വസ്ഥതകൾ ഇല്ലാത്ത ഒരാളാണ്, അയാളുടെ കണ്ണിൽ അത് പ്രതിഫലിക്കും. നേരെ മറിച്ച് ഒരാൾക്ക് മാനസികമായ അസ്വസ്ഥതകളുണ്ട്, ഒരാൾ കോപിച്ചിരിക്കുന്നു, രോഷാകുലനാണ്, അയാൾ തുമഅനീനത്തിലല്ല എങ്കിൽ അതും അയാളുടെ കണ്ണിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പല ആളുകളും മുഖത്ത് നോക്കി ചോദിക്കാറില്ലേ, എന്തോ ഒരു വിഷമമുള്ളതുപോലെ, എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. എന്തുകൊണ്ടാണത്? അത് ഒരാളുടെ ഹൃദയത്തിലുള്ളത് അയാളുടെ കണ്ണ് പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖദ് അഫ്ലഹ മൻ ജഅല അല്ലാഹു ഖൽബഹു വാഇയൻ, ആരുടെ ഹൃദയമാണോ ഗ്രാഹ്യശേഷിയുള്ള ഹൃദയമാക്കി തീർത്തത് അള്ളാഹു, അയാളും വിജയിച്ചിരിക്കുന്നു. ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഗുണമേന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ കിട്ടിയ ഒരാൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണെന്ത്? നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യം. ആരുടെ നഫ്സിനാണോ, മനസ്സിനാണോ അള്ളാഹു തുമഅനീനത്ത് നൽകിയത്, സമാധാനം, ആശ്വാസം നൽകിയത്, അയാൾ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തുമഅനീനത്ത് ലഭിക്കുന്ന ആളുകളിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അതെങ്ങനെയാണ് ലഭിക്കുക? അള്ളാഹുവിലുള്ള ഈമാൻ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കണം. അള്ളാഹുവിലുള്ള ഈമാനിൽപ്പെട്ടതാണ് അവന്റെ ഖദറിലുള്ള ഈമാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യമായി പിഴച്ച ഒരു വിഭാഗം ഉടലെടുത്തത് ഖദരിയാക്കളാണ്. അള്ളാഹുവിന്റെ ഖദറിൽ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ, അതിലാണ് ആദ്യമായി സഹാബത്തുള്ള കാലത്ത് പിഴച്ച ആളുകൾ രംഗത്ത് വരുന്നത്. ആ വിഷയത്തിലാണ്. അപ്പൊ ഖദർ കൊണ്ട് ഒരുപാട് ആളുകൾ പിഴച്ചു പോവാറുണ്ട്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ടാണ് പല ആളുകളും എന്തെങ്കിലും മുസീബത്തുകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ദീൻ ഉപേക്ഷിച്ചു പോകും, ഷിർക്കിലേക്ക് പോകും, കുഫറിലേക്ക് പോകും, ആളുകളുടെ അവസ്ഥകൾ മാറി മറിയും. ഇതൊക്കെ ഒരാളെ നശിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ശേഖ് ഇവിടെ കോപവുമായി ബന്ധപ്പെട്ട ഹദീസ് കൊണ്ടുവന്നത്. കോപം, ദേഷ്യം എന്നത് ഒരാളെ നശിപ്പിക്കും. എത്രയോ ജീവിതങ്ങൾ തകർന്നു പോയത് കോപം കൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് ജീവിതങ്ങൾ ഫസാദായി പോയത്, ബന്ധങ്ങൾ തകർന്നു പോയിട്ടുള്ളത്.
അതുകൊണ്ട് സഹോദരങ്ങളെ, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മനസ്സ് ഈമാൻ കൊണ്ട് നിറക്കുക എന്നുള്ളത്, അള്ളാഹുവിന്റെ ഖദറിന് കീഴൊതുങ്ങുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.